റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനെത്തിയ യുവാവിനെ രക്ഷപ്പെടുത്തി കുറ്റിപ്പുറം പോലീസ്. പ്രണയ നൈരാശ്യത്താൽ ഫേസ്ബുക്കിൽ ലൈവ് നൽകിയ ശേഷം കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാനായിരുന്നു യുവാവിന്റെ ശ്രമം. SI ബാബുജിയുടെ അവസരോചിത ഇടപെടലാണ് യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചത്. തിരൂരിൽ നിന്ന് സമീർ ബിൻ കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിന്റെ എന്താ പ്രശ്നവും ഞാൻ പരിഹരിച്ചു തരാം. നീ കുറ്റിപ്പുറത്ത് വാ. നീ അവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഞാൻ നിനക്ക് അവളെ പിടിച്ചു തരാം. നീ പോരെ. നീ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വാ കേട്ടോ. നീ ഇപ്പൊ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് വാ കേട്ടോ. നീ ഇങ്ങോട്ട് വാ. നിനക്ക് പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. പ്രണയ നൈരാശ്യം മൂലം ആത്മഹത്യ ചെയ്യാനായി കുറ്റിപ്പുറത്ത് റെയിൽവേ ട്രാക്കിലെത്തിയ യുവാവിനെ അവസരോചിതമായ ഇടപെടൽ മൂലം രക്ഷിച്ചിരിക്കുകയാണ് കുറ്റിപ്പുറം SI ബാബുജി എന്ന് പറയുന്ന പോലീസുകാരൻ. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇതിനോടകം തന്നെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഭയങ്കര വൈറലാണ്. തങ്ങൾ അവനെ സംസാരിച്ച് കൻവാസ് ചെയ്യുന്നത്. എന്താണെന്ന് സംഭവിച്ചത്? ഇയാളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? 36 വയസ്സുള്ള യുവാവാണ്. അയാൾ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലായിരുന്നു. കുറച്ച് നാളായിട്ടുള്ള സ്നേഹബന്ധമാണ്. അപ്പോൾ അതിൽ നിന്നും പുള്ളിക്കാരി പിന്മാറി. പുള്ളിക്കാരനെ തേച്ചതിന് പൊന്നാനി പോലീസിൽ കൊണ്ടുവന്ന് അയാൾ പരാതി കൊടുത്തു. അപ്പോൾ പോലീസ് പെണ്ണിന് വേണ്ടെങ്കിൽ പിന്നെ പോലീസ് നിസ്സായാസമല്ലേ. അങ്ങനെ അദ്ദേഹം ഈ യുവാവ് അവിടെ നിന്ന് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ലൈവ് എല്ലാം ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോയി. അങ്ങനെ അവിടുത്തെ പോലീസ് നമ്മുടെ CI അറിയിക്കുകയും CI എന്നെ വിളിച്ചിട്ട് പറയുന്ന പോലെ എത്രയും പെട്ടെന്ന് ട്രാക്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാനായിട്ട് പോയി. അങ്ങനെ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ പെട്ടെന്ന് പോകാൻ പറഞ്ഞ് റെയിൽവേ ട്രാക്കിലേക്ക് പോയി. ട്രാക്കിലേക്ക് ചെന്ന് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ ലൊക്കേഷൻ എടുത്ത് അവിടെ ആ കറക്റ്റ് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവനില്ല. വീണ്ടും നമ്മൾ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ആ വിളിച്ചത് അവിടെ അടുത്തങ്ങണ്ട് നിന്ന കുട്ടികളാരും എടുത്തതാണ്. അതിപ്പം നിങ്ങൾ പറയുന്ന വൈറലായത് ആ ഒരു വിഷ്വല്. കുറച്ച് മുന്നോട്ട് പോയിട്ട് ചെല്ലുമ്പോൾ അവൻ ട്രാക്കിൽ കിടക്കുകയാണ്. അവിടുന്ന് ഞാനും രഞ്ജിത്തും വേറെ ഈ കൂടുള്ള പയ്യന്മാരും കൂടെ ചേർന്നവനെ വലിച്ച് മാറ്റി. അതിനുശേഷം ഞങ്ങൾ നേരെ അവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. CI സാറും എല്ലാവരും കൂടെ അവനെ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് അവന് വെള്ളവും ഒക്കെ കൊടുത്ത് അവനെ അവിടെ നിന്ന് നമ്മുടെ ജീപ്പിൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ്റെ അമ്മയെ ഏൽപ്പിച്ചായിരുന്നു. ഏതായാലും യുവാവ് ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ SIയുടെ അവസരോചിത ഇടപെടലാണ് യുവാവിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഫ്ലവേഴ്സിലെ കലാകാരൻ്റെ ഒരു പിതാവ് കൂടിയാണ് ഇദ്ദേഹം. എന്തായിരുന്നു മകൻ്റെ പേര്? മോൻ്റെ പേര് ദർശിത് ദേവ് എന്നാണ്. അവന് ഫ്ലവേഴ്സ് ചാനലിൽ കട്ടുറുമ്പെന്ന് പറയുന്ന പരിപാടിയിൽ മോഹൻലാലായിട്ട് ദീർഘനാൾ ആ ചാനലിൽ പിന്നെ അഭിനയിച്ചിരുന്ന കുട്ടിയുടെ ഫാദറും കൂടിയാണ്. ഏതായാലും ഈ SIയുടെ അവസരോചിത ഇടപെടലാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലവേഴ്സിലെ കലാകാരൻ്റെ പിതാവ് കൂടിയാണ് ഈ ബാബുജി എന്ന് പറയുന്ന SI. ക്യാമറമാൻ അബിദ് കല്ലായിക്കൊപ്പം സമീർ ബിൻ കരീം, 24 തിരൂർ. എന്തായാലും സമീറിന്റെ കൗതുകമുള്ള ഒരു റിപ്പോർട്ടാണ്. അതുപോലെ തന്നെ ദർശിത്തിനെ പ്രേക്ഷകർ ആരും മറന്നിട്ടുണ്ടാവില്ല. ലാലേട്ടന്റെ രൂപം മാത്രമല്ല, ബോഡി ലാംഗ്വേജും എല്ലാ കാര്യത്തിലും അതേപോലെ തന്നെ അനുകരിക്കുന്ന കൊച്ചു ദർശിത് കുട്ടനായിരുന്നു. ഇപ്പം കുറച്ച് വലുതായെന്ന് തോന്നുന്നു. ഇച്ചിരി മീഡിയം ലാലേട്ടനായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ദർശിത്തിന്റെ പിതാവാണ് ഈ SI. അപ്പോൾ പലപ്പോഴും ഇടിച്ച് ഒക്കെ ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കുന്നതിലും ഇതുപോലെ സമവായത്തിന്റെ പാതയിൽ കാര്യങ്ങൾ സമാനമായ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയത് 36-കാരനാണ്. അദ്ദേഹം ഈ പെൺകുട്ടി അദ്ദേഹത്തെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതി നൽകി. പോലീസിനപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റാത്ത, ആത്മാർത്ഥമായിട്ടായിരിക്കും സ്നേഹിച്ചത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് അങ്ങനെ ഒരു എന്താ പറയുന്നത് തിരിച്ചടി വരുമ്പോൾ ചിലപ്പോൾ അതുമായിട്ട് അഡ്ജസ്റ്റ്. പക്ഷെ അന്ന് വെച്ചിട്ട് ആത്മഹത്യ ഒന്നിന് വേണമെങ്കിൽ 2 ചീത്തയൊക്കെ വിളിച്ചു ആളിനെ. ചീത്തയല്ല, ഒന്ന് സംസാരിച്ചതൊക്കെ ക്ലിയർ ചെയ്യാവുന്ന കാര്യമാണ്. ആത്മഹത്യയുടെ ഒന്നും കാര്യമില്ല അല്ലേ? അത് ആത്മഹത്യ കൊണ്ട് ഒന്നിനും ഒരു പരിഹാരം ആകില്ല.